നമസ്കാരം, ഞാൻ മൃണാൾ. ഒറ്റക്കലഞ്ഞു തിരിയാനുള്ളൊരു മൂഡ് ഉണ്ടാവുമ്പോൾ ഞാൻ തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് പോവുക. ഇത് ഒരു ഗ്രാമത്തിന് നടുവിലെ ഒരു കവലയാണ്. അവിടുത്തെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്. ആ ചുറ്റുമുള്ള കുറച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന ചെറിയ സെറ്റപ്പ്. ചോറ് മാത്രമേ ഉള്ളൂ. ചോറിൻ്റെ നടുവിൽ പുളിക്കുളം പൊഴിക്കും. ഇവിടെ ഒരുപാട് തരം ചിക്കനുണ്ട്. അങ്ങനെയുള്ള വലിയ വലിയ ബന്ധങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഫ്രീ ആയി കിട്ടിയ പുളിക്കുളമ്പിനെ കുറിച്ച് നമുക്ക് ഇത്തിരി സംസാരിക്കാം. തമിഴ്നാട്ടിൽ മീൽസ് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പുളിയുടെ ടേസ്റ്റുള്ള കറി വെണ്ടയ്ക്കയായിരിക്കും അതിൻ്റെ കഷണം. മീൻ കറിയിലെ മീൻ മാറ്റിയിട്ട് വെണ്ടക്കയിട്ട് അങ്ങനെ ഇരിക്കും, ഏകദേശം അതുപോലെ. ഇങ്ങനെ പപ്പടം കേരളത്തിൽ മാത്രം ജീവിച്ചിട്ടുള്ള ഒരാളെയും കൂട്ടിയിട്ട് പുറത്ത് യാത്ര ചെയ്തിട്ട് മീൽസ് കഴിക്കാനൊക്കെ വരുമ്പോൾ ഭയങ്കര പാടാണ്. ഈ റൈസ് മുമ്പിലേക്ക് ശരിയാവില്ല, പിന്നെ ഈ പപ്പടം തീരെ ശരിയാവില്ല. ജസ്റ്റ് ഈ ഒരു കറി മതി. മീൽസിലൂടെ വെറുതെ കിട്ടുന്ന ജസ്റ്റ് ഇത് മതി. പുളിക്കുളമ്പ് നല്ല എരിവും പുളിയും ഇതിന്. നമ്മുടെ നാട്ടിലെ പല റെസ്റ്റോറൻറ്റ്സിലെയും മീൻകറി ഉണ്ടല്ലോ, ചോദിച്ചു കഴിഞ്ഞാൽ പുളിയുള്ള എരിവുള്ള കറിയാന്നൊക്കെ പറയും. പക്ഷേ അതിന് നാളെത്തുക എൻ്റെ മുമ്പിലുള്ള മനുഷ്യക്കില്ല. അയാൾ മൊത്തം ചോറുണ്ട് കഴിഞ്ഞ് പൊറോട്ട മേടിച്ച് ഗ്രേവിയുടെ കൂടെ കഴിച്ച് ഇപ്പോൾ ഒരു ഓംലെറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് നല്ല വിശപ്പുണ്ട്, കാരണം എവിടേക്കോ കറങ്ങിയിട്ടാണ് വന്നത്. റെസ്റ്റോറൻറ്റുകൾ തപ്പി കറങ്ങിയതാണ്. കിട്ടിലൻ കറി. തമിഴ്നാട്ടിൽ ഹിന്ദിക്കാരെ പണിയെടുക്കണം. എല്ലാ കാലത്തും കേരളത്തിലേക്ക് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് വരിക അല്ലേ, ജോലിക്ക് വേണ്ടിയിട്ട്. പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നിരുന്നു, പിന്നെ വേറെ നാട്ടുകാരായി, അങ്ങനെ മാറി മാറി ഇപ്പോഴും കേരളം തന്നെയാണ്. എന്തോ അതെ മുപ്പരി കഴിഞ്ഞിട്ടും അവർക്ക് മതി, സമൃദ്ധിയായിട്ട് കഴിച്ചിട്ട് എഴുന്നേക്കാം. വേണം. താങ്ക്സ്. ഒരേ മസാലയിലുള്ള മീനും അതേ മസാലയിലുള്ള ചിക്കൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന കളറിനെ കുറിച്ചായിരിക്കില്ലേ? നമ്മൾ ശരിയാണ്, കളർ ചേർക്കാതെ ഇങ്ങനൊരു കളർ ഉണ്ടാവില്ല. പക്ഷേ ഞാൻ എപ്പോഴും ഈ കളർ കാണുമ്പോൾ ആലോചിക്കാം, ഇതൊക്കെ ഗ്രാമപ്രദേശം വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളായിരിക്കാൻ ചിലപ്പോൾ ഇവിടെയൊക്കെ താമസിക്കുന്നുണ്ടാവാം. ഇങ്ങനെയാണല്ലോ പറയാം. ഏറ്റവും വിവരമുള്ള ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാർ താമസിക്കുന്ന സിറ്റിയാണല്ലോ ബാംഗ്ലൂർ. അവിടുത്തെ പ്രധാന റെസ്റ്റോറൻറ്റുകളിൽ ചിക്കൻ കബാബ് പോയെന്ന് കഴിക്കണം. മൊത്തം കളറാണ്. അത്രയും വിവരവും വിദ്യാഭ്യാസമുള്ളവർക്ക് കളർ കഴിക്കുന്നതിന് പ്രശ്നമില്ല, പിന്നെ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാവാനും എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടാവാതിരിക്കില്ലല്ലോ അല്ലേ? സാമ്പാർ കിടലുമാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ അയ്യപ്പന്മാർ വരുന്ന സമയത്ത് നോൺ വെജ് ബോർഡ് മാറ്റി വെജ് ബോർഡ് വെച്ചിട്ട് കച്ചവടം ചെയ്യുന്ന കടകളിലെ സാമ്പാറിനെക്കാളും കിടലാണ്. ഏതാത് മീൻ എന്നറിയില്ല, ഏതൊരു മീൻ. ഇതേപോലെ ഒരു റെസ്റ്റോറൻറ്റ് തപ്പിയിട്ട് ഞാൻ കുറേ നേരം പോയത്, 1.5 മണിക്കൂർ. റോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 20 മിനിറ്റ് പോയാൽ മതിയായിരുന്നു. പക്ഷെ കുറേ നേരം പോയപ്പോൾ മനസ്സിലായി റെസ്റ്റോറൻറ്റേ അവിടെ ഇല്ല. പണ്ട് എപ്പോഴും ഉണ്ടായിരുന്നു അത്ര, എപ്പോഴും ഗൂഗിൾ മാപ്പിൽ കിടക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ തപ്പിയാണല്ലോ കണ്ടുപിടിക്കാം. ഇതൊക്കെ ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്. ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാലേ എൻ്റെ ഒരു നാടൻ പൾസ് മനസ്സിലാവും. ഇവിടെ അടുത്തൊരു സ്കൂളിൽ പണ്ട് വർക്ക് ചെയ്തിരുന്നൊരു മനുഷ്യൻ പറഞ്ഞു തന്നിട്ട് ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ പോയത്. പക്ഷെ അങ്ങേരി ഇവിടുത്തെ ട്രാൻസ്ഫറായി പോയിട്ട് തന്നെ 3-4 കൊല്ലമായി. ഇന്നത്തെ പോലത്തെ റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് പണിയിട്ട് കൂടെ വല്ല വിശന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമ്പോഴാണ്
നമ്മളെ പറയില്ലേ ഒരു അരമണിക്കൂർ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ ചെന്ന് അങ്ങനെ ഒരു സാധനം ഇല്ലാതിരിക്കണം.